നമസ്കാരം, എല്ലാവർക്കും ബ്ലാക്ക് കോഫിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോകൾ ചെയ്യുമ്പോഴൊന്നും നമ്മൾ മൈക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ വോയിസ് ക്ലാരിറ്റി അത്ര നല്ലതായിരുന്നില്ല. ഇപ്പോഴും ഞാൻ മൈക്ക് ഉപയോഗിക്കുന്നില്ല, ഡയറക്റ്റാണ് ഫോണിലേക്കാണ് റെക്കോർഡ് ആവുന്നത്. അപ്പം നമ്മൾ ഒരു വയർലെസ് മൈക്കാണ് ഇപ്പം ഇന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഡിജിടെക്കിൻ്റെ 2-in-1 ആണ്. 2 മൈക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കീപ്പ് വാച്ചിങ്. അപ്പോൾ നമുക്ക് ഡിജിടെക്കിൻ്റെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, ടൈപ്പ് സി ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ്നിങ് പഴയ ഐഫോൺ മോഡലുകൾക്ക് ലൈറ്റ്നിങ് കേബിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ തരുന്നുണ്ട്. നമുക്ക് ഒരു ലൈറ്റ്നിങ് കേബിൾ കൺവെർട്ടറിൻ്റെ ഒരു ഓപ്ഷൻ ഇവർ തന്നിട്ടുണ്ട്. ഇതിന് 50 മീറ്റേഴ്സ് ആണ് റേഞ്ച്. 2.4G ആണ് ഇതിൽ ഉപയോഗിക്കുന്ന. ബ്ലൂടൂത്ത് 6 hours റൺ ടൈം, built-in microphone, compatible to Android, iOS, smartphone and all devices, crystal clear audio. അതിപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ട് ഞാനിത് എടുത്തിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഓഡിയോയുള്ള വ്യത്യാസം കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ബോക്സ്. ഓക്കെ, ഡിജിടെക് ടൈപ്പ് സി ലൈറ്റ്നിങ് ഇൻ്റർഫേസ് 2-in-1 വയർലെസ് മൈക്രോഫോൺ സിസ്റ്റം, ആൻഡ്രോയിഡ് ആൻഡ് iOS, OTG converter, DWM105 ആണ്. Meters range 2.4, Bluetooth 6 hours runtime, real time monitoring, built-in microphone, compatible for Android and iOS smartphones, crystal clear audio for any type of content creation, plug and play automatic pairing, അതൊക്കെ ഓക്കെയാണ്. ട്രാൻസ്മിഷൻ വിത്തൗട്ട് എനി ഇൻറ്റർപ്ഷൻ. ഓക്കെ, സോ 50 മീറ്റേഴ്സ് ആണ് ഇതിൻ്റെ റേഞ്ച് പറയുന്നത്. അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൻ്റെ പിന്നിലൊക്കെ കൊടുത്തു. ലെറ്റ്സ് ഓപ്പൺ ദിസ് ബോക്സ്. ഇതാണ്, ഇതുപോലെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഡീറ്റെയിൽസ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇവനെ എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ 2 ടാബ്ലറ്റ്സ് ആണല്ലോ. ഒന്ന് വയർലെസ് മൈക്രോഫോൺ ആപ്പ് ഇൻസ്റ്റലേഷൻ യൂസർ ഗൈഡ്. ഐഫോണിലൊക്കെ ഡയറക്റ്റ് കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന്, പിന്നെ ഇൻസ്ട്രക്ഷൻ മാനുവലും, സോറി. അപ്പോൾ 2 മൈക്രോഫോണാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഒരു റിസീവർ, ചാർജിങ് കേസ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഓൺ ആക്കണം, അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതായത് എനിക്ക് സത്യത്തിൽ നമ്മൾ റിസീവർ കണക്ട് ചെയ്ത് നമ്മളുടെ മൈക്രോഫോൺ എടുത്ത് ഓണാക്കി അത് ഗ്രീൻ ലൈറ്റ് രണ്ടും ആയപ്പോൾ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങി. അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ആക്സസറീസ്. ഓക്കെ, കവറല്ലോ. ഇതാണ് സൂപ്പറായിട്ട് കവർ, അടിപൊളിയാണ്. ഡിജിടെക്കിൻ്റെ ഒരു നല്ല കവർ. അപ്പോൾ നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകാൻ, എല്ലാ സാധനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഈ ഒരു കിറ്റ് മതി. ബോക്സ് കൊണ്ടുള്ള കാര്യമില്ല. അപ്പോൾ ഇതിൽ ആദ്യം നമുക്കുള്ളത് നമ്മുടെ ചാർജിങ് കേബിളാണ്. ഇതാണ് നമ്മളുടെ ലൈറ്റ്നിങ് ടു സി കൺവെർട്ടറാണ്. ഇത് യൂസ്ഫുള്ളാണ്. പഴയ മോഡൽ ഐഫോൺസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് വളരെ യൂസ്ഫുള്ളാണ്. വേണം, അത് നിർബന്ധമാണ്. പിന്നെ നമ്മളിലുള്ളത് ഇതാണ്, ഫിൽറ്റേഴ്സാണ്. നമ്മളുടെ മൈക്രോഫോൺ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. വേറെ പേര് എനിക്കറിയില്ല, മഫ്സ് എന്നൊക്കെ പറയും. അത് നല്ല സൂപ്പർ ക്വാളിറ്റി സാധനം ഉണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് വോയിസ് ഒക്കെ നല്ല ഫിൽറ്റർ ചെയ്ത് കേൾക്കാൻ ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ 2 ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൾ ഓഫ് ദിസ്. ഓക്കെ, ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. നൗ അടുത്ത പരിപാടി നമുക്ക് പ്രൊഡക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഡിജിടെക്. നല്ല പ്രീമിയം കവറിൽ ക്വാളിറ്റിയുള്ള കേസുമാണ്. മാത്രമല്ല അതുപോലെ തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. This will look like this, right? ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു വ്യൂ. അപ്പോൾ ഇത് നമ്മളുടെ റിസീവർ, ദിസ് ഇസ് മൈക്ക്, ദിസ് ഇസ് അനദർ മൈക്രോഫോൺ. അപ്പോൾ നമുക്ക് 2 പേരൊക്കെ സംസാരിക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടാനൊക്കെ ഇത് നന്നായി നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് കേസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കേസാണ്. ഇനിയിപ്പോൾ ഇത് കേസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിലിടുമ്പോൾ നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ചാർജിങ്, റൈറ്റ്? അതായത് നമ്മളുടെ ഒരു മൈക്രോഫോൺ 100 mAh ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഓക്കെ, അതുപോലെ തന്നെ ഈ കേസ് ഇസ് എ പവർ ബാങ്ക് ആസ് വെൽ. ഈ കേസിന് 600 mAh ആണ് കേസിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇതിലിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഇത് ചാർജ് ആയി തുടങ്ങും. ഇത് 2000 നമ്മൾ എടുത്തിട്ടിടുമ്പോൾ വേണ്ട, ഇത് 2ഉം ചാർജ് ആയി തുടങ്ങും എത്രയും നമ്മൾ യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് ഭയങ്കര ഒരു ബാക്കപ്പാണ്. അങ്ങനെ നമുക്ക് 6 മണിക്കൂർ ഇത് ഉപയോഗിക്കാനുള്ള സമയം, ഡ്യൂറബിലിറ്റി 6 മണിക്കൂർ അതുകൊണ്ട് തന്നെ കിട്ടും. ഓക്കെ, പിന്നെ ഇതാണ്
ദിസ് ഇസ് അനദർ തിങ്. ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇത് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഇത് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. Then it should be green. I think this is connected now. ഇതിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വോയിസിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുവരെ ഞാൻ മൈക്ക് ഇല്ലാണ്ടാണ് സംസാരിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ മൈക്ക് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വോയിസൊക്കെ നമുക്ക് വീഡിയോസിലൊക്കെ റെക്കോർഡ് ആവാൻ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അത്ര ഹൈ കോസ്റ്റ്ലി അല്ല, എന്നാലും ഇതൊരു മിഡ് റേഞ്ചിൽ വരുന്നൊരു സെറ്റപ്പാണ്. ഇതിൻ്റെ സ്പെക്സ് പറയുകയാണെങ്കിൽ 50 മീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 50 മീറ്ററിനുള്ളിൽ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇത് റിസീവ് ആവുന്നതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ 2-3 ആൾക്കാർ സംസാരിക്കുമ്പോഴും അതും ഒരുമിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇതൊരു പറയുന്ന പോലെ തന്നെ അത്രയും റേഞ്ചിൽ. അപ്പം നമ്മൾ ഇത് ഒരു ചെറിയ പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലും നമുക്ക് അതത്ര നല്ല ക്ലിയർ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല പിന്നിൽ തന്നെ നമുക്ക് ഈ ഒരു സാധനമുള്ളതുകൊണ്ട് ഒരു ക്ലിപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ ഷർട്ടിലോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട്. ഓക്കെ, അതാണ്, നമുക്കത് നോക്കാം. താങ്ക് യു. റേഞ്ച് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ സനയാണ് ഇന്ന് നമ്മളുടെ റേഞ്ച് ചെക്ക് ചെയ്യാനുള്ള ആൾ. അപ്പോൾ ഒരു മൈക്ക് സനയ്ക്ക് കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സന പോണ സമയത്ത് മൈക്ക് ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ മതി. അവിടെ എത്തിക്കഴിഞ്ഞാൽ മൈക്ക് ചെക്കിങ്. ഇപ്പോൾ നടന്നോ. ഞാനൊരു മൈക്കാണ് ഉപയോഗിക്കുന്നത്. നമുക്കൊരു 50 മൈക്ക് ചെക്കിങ് പറയണേ. പറഞ്ഞോണ്ട് കൊണ്ട് എന്തായാലും കണ്ടറിയാം. ഹലോ, മൈക്ക് ചെക്കിംഗ്. ഹലോ, മൈക്ക് ചെക്കിംഗ്. മൈക്ക് ചെക്കിംഗ്. മൈക്ക് ചെക്കിംഗ്. ഹലോ, മൈക്ക് ചെക്കിംഗ്. മൈക്ക് ചെക്കിംഗ്. തിരിച്ചു വന്നോ. വയർലെസ് റേഞ്ചും അടിപൊളിയാണ്. മൈക്ക് ചെക്കിംഗ് ഊരിടുത്താ. ഓക്കെ. അപ്പോൾ നമ്മളുടെ ഡിജിടെക് നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കുമ്പോൾ ചെയ്യാവുന്ന ടെസ്റ്റൊക്കെ ചെയ്തു. കാരണം നമ്മൾ 50 മീറ്റേഴ്സ് അബവ് പോയിട്ട് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. മാത്രമല്ല 2 പേര് സംസാരിക്കുമ്പോഴും നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇതിൽ തന്നെ കേൾക്കാമായിരുന്നു. പിന്നെ വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. നോയ്സ് ക്യാൻസലേഷൻ ഓട്ടോമാറ്റിക്കലി ഓൺ ആണ്. അപ്പോൾ ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് ഇത് നല്ല ഒരു ആഡ് ഓൺ ആണ്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു മൈക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി ഈ സംഭാഷണങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതാണ്. ഇത് ഹൈലി പ്രൈസ്ഡ് ഒന്നുമല്ല, കാരണം ഡിജിടെക് നല്ല കമ്പനിയാണ്, അവർക്ക് കുറേ പ്രൊഡക്ട്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ഇത് അതിൻ്റെയൊക്കെ ഒരു ചെറിയ റേഞ്ചിൽ വരുന്ന ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2700 രൂപയാണ്. ഓഫർ ടൈമിൽ ഇത് 2100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ദിസ് എ ഗുഡ് വൺ. ഓക്കെ, ക്വാളിറ്റി വൈസ് ആയാലും അതിൻ്റെ build quality, everything is good. You can also try. Thank you for watching Black Coffee. Please subscribe and support.